ഹലോ എവ്രിവൺ, നമസ്കാരം. ഞാൻ രഞ്ജനി ഹരിദാസ് ആൻഡ് ഇന്നത്തെ ഗ്രീൻ റൂം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വളർത്തി വല്ലവരും കൊടുക്കാനാന്നോ? ഇത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ എല്ലായിടത്തും ചോദിക്കുന്ന പൊന്നോ പിള്ളേ ഒരാൾ വിളിക്കും. ദാവൂദ് ഇബ്രാഹിം അമ്മയ്ക്ക് കുശുമ്പാണോ കാലഘട്ടത്തിൽ അപ്പോഴേ കടത്തിക്കൊണ്ട് അങ്ങ് പോയേക്കുക. കാരണം മോഹൻലാൽ വഴിയേരിന്ന് വല്ലതും തരണേ അമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചേച്ചി ഏറ്റവും വലിയ ഫിയർ എന്താണ്? നമുക്ക് പോവാം പാർട്ടിയാണെന്ന് പറയുന്നു. നെപ്പോക്കിട്ടായിട്ടാണോ മോള് വരുന്നത്? എവിടുന്നാ ചിരി? ഏത്ത ഭാഷക്കാരനിടം പറയുന്നു ബെസ്റ്റ് ഫ്രണ്ട് ഇങ്ങനെ നാണക്കുണി. എന്താണത് തലവനിക്കുന്ന ആവശ്യം? സ്ക്രിപ്റ്റഡ്. പോയി പണിയെടുക്കണോ? ബോംബെയിലുള്ളവരെല്ലാം എന്നെ കണ്ട ഉടനെ പിടിച്ചോണ്ട് പോകാൻ വേണ്ടി മാത്രം നിൽക്കുന്നില്ല. നമ്മളിങ്ങനെ കോഡ് ഭാഷയൊക്കെ പറഞ്ഞാൽ എന്തുവാ അത്? ഞാൻ ട്രോഫിയും കൊണ്ട് ഞാൻ പോയി ഇപ്പൊ തന്നെ അഗ്രിമെന്റ് സൈൻ ചെയ്ത് തന്നിരിക്കുന്നു. ഇപ്പൊ ചേച്ചിയുടെ പേഴ്സണാലിറ്റിയിലെ ചേച്ചിക്ക് ഇപ്പം സ്വന്തമായിട്ട് ചേച്ചിനെ കുറിച്ച് അറിയാലോ. ചേച്ചിയുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള 3 പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. ചേച്ചി ഇതാണ്, ഞാൻ ഇതാണ്, ഇതാണ്, ഇതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരാളിനെ ഞാൻ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ അവരെ ഞാനായിട്ടെടുത്ത് മാറ്റാൻ പറ്റുകയില്ല. അവരെല്ലാം കൊണ്ടും നല്ലതാണ്. അവരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിൽ നിന്നും എനിക്കത് പ്രശ്നമല്ല, എനിക്ക് നല്ലതാണത് എന്ന് പറയുന്നൊരു സ്വഭാവം അതെൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും പിന്നെ ഒരിക്കൽ എടുത്തു കളഞ്ഞാൽ പിന്നെ അതുപോലെ തിരിച്ച് വീണ്ടും ഒരു എക്സ്ക്യൂസിന് സ്ഥാനമേ ഇല്ല. ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്. ഇത് ആദ്യത്തതും പാടില്ല, ഇതും പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഏർപ്പാട് അറിയില്ല. പിന്നെ ഒരിക്കലും ആരെയും കള്ളം പറഞ്ഞ് ചീറ്റിയാൻ ഞാൻ ശ്രമിക്കുകയില്ല. ഞാനിതാണ്, ഇങ്ങനെയാണ് ചെയ്തത്, ഇന്നൊരു സ്വഭാവമാണ്, താല്പര്യമുണ്ടെങ്കിൽ എന്നെ സഹിച്ചാൽ മതി എന്നല്ലാതെ ഒരു മാനിപ്പുലേറ്റ് ചെയ്തിട്ട് മറ്റൊരാളാൻ ശ്രമം നടത്തി ഒരു സിമ്പത്തറ്റിക് ആളാവാനൊന്നും എനിക്കതൊന്നും ഇഷ്ടേയല്ല. അതൊക്കെ എൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവങ്ങളുള്ള കാര്യങ്ങളാണ്. ഐ തിങ്ക് യു ഓൾവേസ് ബീൻ എ പേഴ്സൺ ലൈക്ക് ദാറ്റ്. ആരാണോ അങ്ങനെ പറ്റുള്ളൂ എനിക്ക്. ഇപ്പം ചേച്ചിയുടെ ഇത്രയും 79 പിന്നെ 81, 82 ഈ സിനിമാ ജീവിതം തുടങ്ങി ഇപ്പം 2025 നിൽക്കുന്നു. ഇതിൽ ചേച്ചി ഏറ്റവും എൻജോയ് ചെയ്ത ഒരു കാലഘട്ടം ഏതാണ് സിനിമയിൽ? ഒരു വർഷമാവാം, ഒരു പീരീഡ് ആവാം, ഓരോ കാലഘട്ടം. ഒരു 88 മുതൽ അങ്ങോട്ട് 95 വരെയുള്ള കാലഘട്ടമായിരിക്കും. അത് സിനിമയിലെ പീക്കായിരുന്നു. മീൻസ് എന്താ പറയുക, ഇപ്പം മഴവിൽക്കാവടി ഒക്കെ എൻ്റെ ഒരു ടീനേജ് ക്രോസ് ചെയ്യുന്നതിന് മുൻപ് മുതലുള്ളൊരു അതായിരുന്നു അവാർഡ് സീസണും അല്ലേ? സ്റ്റേറ്റ് അവാർഡ്സ് കൺസിക്യൂട്ടീവ്ലി 3 വർഷം കിട്ടുന്നു. നല്ല ക്യാരക്ടേഴ്സ്, മുഖചിത്രം, കടിഞ്ഞൂൽ കല്യാണം, ഭരതം, കാക്കത്തൊള്ളായിരം. ഒരേ വർഷം തന്നെ ഒരു സിനിമയ്ക്കല്ല ചേച്ചിക്ക് 4 സിനിമയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. 4 സിനിമയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അയ്യോ, അതും ഐ തിങ്ക് ലാലേട്ടനും മമ്മൂക്കയുടെയും കൂടെ 6 സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച ഏറ്റവും അധികം. അതെ, ബെസ്റ്റ് ആക്ടർ ആക്ട്രസിന് ഐ തിങ്ക് തിലകൻ സാറിനും ലഭിച്ചിട്ടുണ്ട് 6 സപ്പോർട്ടിങ് ആക്ടറിന്. ബട്ട് അങ്ങനെയൊക്കെ ചേച്ചി കേൾക്കുമ്പം ആസ് ഒരു ആക്ടർ, വാട്ട് ഈസ് ആൻ ആക്ടർ ചേച്ചി? ലൈക്ക് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നവർ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു നടിയാണ് ഉർവശി ചേച്ചി, ഒരു ആക്ടറാണ്. അപ്പം ഒരു നടനാവാൻ അല്ലെങ്കിൽ നടിയാവാൻ ആഗ്രഹിക്കുന്നവർക്ക് ചേച്ചി എന്താണ് ഒരു നടിയാവാൻ ചെയ്യേണ്ടത്? ഹൂ ഇസ് ആൻ ആക്ടർ? വാട്ട് ഇസ് എ ഗുഡ് ആക്ടർ? ഒന്നാമത്തെ കാര്യം, നമ്മുടെ പേഴ്സണൽ എന്തോ ആയിക്കോട്ടെ, ജോലി എന്ന് പറയുന്നതാണ് ദൈവം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഞാനൊരു വെജിറ്റേറിയൻ ആയിരിക്കാം, പക്ഷേ എൻ്റെ ജോലിയിൽ ഞാൻ ഇറച്ചി കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്യണം. മാലയിട്ടുകൊണ്ട് ഇറച്ചി വെട്ടുന്ന ആൾക്കാരുണ്ട് ഇവിടെ, അത് അവരുടെ ഉപജീവനമാണ്. അപ്പോൾ മാല മീൻസ് നമ്മൾ ശബരിമലയ്ക്ക് മാലയിടും, നമ്മൾ വെജ് കഴിക്കില്ല, അതറിയാത്തവരുണ്ടാവും, അവർക്ക് വേണ്ടി പറയാം എന്ന് പറയുന്നത് പോലെ എൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ടാവും. പക്ഷെ ഞാൻ എന്നെ കൺസിഡർ ചെയ്യുക എല്ലാവരും ഒരു ചേച്ചിയാണ്, കുറച്ച് അയ്യോ മുട്ട് വയ്യ അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ പൊതുവെ ഈ ജോലി ചെയ്യുമ്പോൾ അതിനോടൊരു നിഷ്കർഷ പാലിക്കുക, അതാണ് ഒന്നാമത്തെ കാര്യം. അത് തന്നെയാണ് 100ാമത്തെ കാര്യം. എത്ര കാരണം ചോദിച്ചാലും എൻ്റെ ജോലിയോട് ഞാൻ ആത്മാർത്ഥത പുലർത്തിയാൽ അതിനൊരു ഫലം കിട്ടും. മറ്റൊന്നും അതിനെ, കാരണം എത്ര ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് നമുക്ക് തൽക്കാലത്തേക്ക് ഒരെണ്ണം നേടാം, അല്ലെങ്കിൽ കുറച്ച് നമ്മളായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞ ഒരു PR വർക്ക് ചെയ്താൽ കുറച്ച് അങ്ങനെയൊക്കെ കവർ ചെയ്യാൻ പറ്റും. പക്ഷെ ആത്യന്തികമായിട്ട് ജയിക്കണമെങ്കിൽ ആത്മാർത്ഥതയുള്ളൊരു മനസ്സും അർപ്പണബോധവും, ദാറ്റ് ഇസ് ഡെഡിക്കേഷനും വേണം. ദാറ്റ് ഇസ് പ്രൈമറി. അതാണ് എല്ലാ ആർട്ടിസ്റ്റിനും അങ്ങനെ തന്നെ വിചാരിച്ച് മൂവ് ചെയ്താൽ നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടും.
നിങ്ങളത് അത് ഉന്നതിയിലേക്ക് തന്നെ നയിക്കും, ഒരിക്കലും താഴോട്ട് വരില്ല. ഞാൻ സീസണലായിട്ട് ഇപ്പോൾ സ്റ്റാറായി, ഞാനില്ലാത്ത സിനിമ ഇല്ല എന്ന് എപ്പോൾ വിചാരിക്കാൻ തുടങ്ങിയാലും അപ്പോഴേ ആലോചിച്ചോളുക, സമാധിക്ക് റെഡി ആയിക്കോളുക. സിമെൻറ്റും കല്ലും കൊണ്ട് ആൾക്കാരൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. വീണാൽ കല്ലറ, പിന്നെ എണീക്കാൻ സമ്മതിക്കത്തില്ല. സെറ്റ് ഓഫ് വേൾഡ്. അപ്പോൾ അത് നമുക്ക് സിനിമയാണ് ആവശ്യം, സിനിമയ്ക്ക് നമ്മളെ അല്ല ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ലെസൺ കൂടിയാണ്. നമ്മളില്ലെങ്കിലും സിനിമയിൽ അതൊക്കെ അങ്ങ് കടന്നു പോകും. എത്ര പേര് സിനിമ ഒരിക്കലും ഇവരില്ലാതെ നടക്കില്ല എന്ന് വിചാരിച്ചവരൊക്കെ. അതെ, ചില സമയത്ത് വലിയ വലിയ ഹീറോയിൻസ് ആയവർ സ്റ്റാർഡമിൽ നിൽക്കുമ്പോൾ തോന്നും നമ്മുടെ വാക്കുകൾക്കൊക്കെ ഭയങ്കര വിലയുണ്ട്, നമ്മളാണെന്ന്. അതൊക്കെ അബദ്ധ ധാരണകളാണെന്ന് മനസ്സിലാക്കാൻ ദൈവം കുറച്ചൊരു ജേണി എനിക്ക് തന്നു. ആ വിശ്വാസത്തിലാണ് പറയുന്നത്, അല്ല നിഷേധമല്ല. അതെ, ഐ മീൻ ഉർവശി ചേച്ചി എന്ന് പറഞ്ഞ, ഇപ്പം ചേച്ചി പറഞ്ഞല്ലോ 80s എൻഡ് എന്നൊക്കെ പറയുമ്പം യു ആർ അറ്റ് ദ പീക്ക് ഓഫ് യുവർ കരിയർ അല്ലേ. ആൻഡ് ദെൻ ഒബ്വിയസ്ലി പേഴ്സണൽ ലൈഫിൽ കുറേ ചോയ്സസ് വന്നു, യു വെൻറ്റ് ടു കുറച്ചൊരു ഹാർഡ് ഫേസ്. ഈ ചേച്ചിയുടെ ആ പ്രൈവറ്റ് പേഴ്സണൽ ലൈഫിൽ നിന്നും ഏറ്റവും വലിയ പാഠം എന്തായിരുന്നു? ആ ഒരു ടഫ് ഫേസ് എന്ന് പറയുന്നത് കുറേ അധികം ടാക്കിൾ ചെയ്തിട്ടുണ്ട് ചേച്ചി ആ സമയത്ത്. ഇല്ല, ചിലതൊക്കെ നമ്മുടെ മൂത്തവരും നമ്മുടെ ചുറ്റിനും നിൽക്കുന്നവരും പറയുന്നതും കൂടെ ഒന്ന് ചെവി കൊടുത്ത് കേൾക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതാണ് ശരി എന്ന് ചിന്തിക്കുന്ന ഒരു പ്രായവും ചില കാര്യങ്ങളുമുണ്ട്. അത് ശരിയല്ല എന്ന് ചുറ്റിനുമുള്ളവർ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചിന്തിക്കാനൊരു സമയമെടുക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം അനുഭവിക്കേണ്ടി വരും കുറേയൊക്കെ. പിന്നെ നമ്മുടെ ദുരഭിമാനം എന്ന് പറയുന്നൊരു കാര്യം, സത്യത്തിൽ ദുരഭിമാനം എന്ന് പറയുന്നത് നാണം മറയ്ക്കാനൊരു തുണി ഉള്ളത് കൊണ്ട് ഇത് വരുന്നു. ഇതില്ലാത്തൊരു ഘട്ടം വന്നാൽ ഈ ദുരഭിമാനം ഒക്കെ വെച്ച് കെട്ടേണ്ടി വരും. ഇതില്ല, ഇത് വാങ്ങിച്ചു തരാനോ ഉടുക്കാനോ നിർവാഹമില്ലാത്തൊരു സ്റ്റേജിൽ എത്ര വെള്ളപ്പൊക്കം വന്നു, ഭൂകമ്പം വന്നു, അടുത്ത മാറ്റാൻ തുണിയില്ലാതെ കീറി പറഞ്ഞൊരു തുണിയാണെങ്കിൽ എൻ്റെ ദുരഭിമാനം ഞാൻ എവിടെ കൊണ്ടുവയ്ക്കും? ഞാൻ കടുത്ത ദുരഭിമാനിയായിരുന്നു അതുവരെ. സോ വിശപ്പകറ്റാൻ നിർവാഹമില്ലെന്ന് വന്നു കണ്ടാൽ, അതുകൊണ്ടാണ് ഞാൻ വളരെ കാഷ്വലായിട്ട് ഇരക്കും എന്ന് ഞാൻ പറഞ്ഞത്. അതെ, മനസ്സിലായില്ലേ? അതിന് വഴിയില്ലെന്ന് വന്നു കണ്ടാൽ പിന്നെ നമ്മുടെ അഭിമാനം നമ്മളിവിടെ കൊണ്ടുവയ്ക്കും. സോ അതാണ് ഏറ്റവും പ്രധാനം. കുറേയൊക്കെ നമ്മൾ തലകുനിച്ച് ചില ആൾക്കാർ പറയുന്നത് ശരിയാണ് എന്ന് വരുത്തണം. എനിക്ക് കൽപ്പന ചേച്ചിയോട് പറയാൻ പറ്റാതെ പോയ ഒരു മാപ്പും അത് മാത്രമേ ഉള്ളൂ. ചേച്ചി കുറേ പറഞ്ഞു. ഐ നോ ഐ മീൻ കൽപ്പന ചേച്ചി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ ഒരു ഭയങ്കര സോഫ്റ്റ് സ്പോട്ടാണ്, ലൈക്ക് ഫോർ യു, ഫോർ അസ്. ബട്ട് യാ, വി ലവ് യു. ഒരു ചേച്ചി മലയാളത്തിലെ ഏറ്റവും വലിയ സ്റ്റാർസിൻ്റെ കൂടെ അഭിനയിച്ചു. തമിഴിൽ രജനീകാന്ത്, കമൽഹാസൻ, സൂര്യ, വിജയ്, അജിത്, ഹിന്ദിയിൽ വരെ അഭിനയിച്ചു. What was that സിനിമയുടെ പേര് ചേച്ചി? ആസ്മാ കർ ദേഖോ. ഏത് വർഷത്തായിരുന്നു അത്? 86. അപ്പൊ ബോളിവുഡിലേക്കുള്ള ആ സിനിമയിലെ അത് കഴിഞ്ഞിട്ട് ചേച്ചി അങ്ങോട്ട് പോവാത്തതാണോ? വാട്ട് ഹാപ്പൻഡ്? യൂഷ്വലി ആൾക്കാർ ഇങ്ങനെ പോവല്ലോ. ഇല്ല, ആദ്യത്തെ പടം റിലീസായി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഹിന്ദിയിൽ ഏറ്റവും ഇഷ്ടമുള്ള ആക്ടറാണ് സഞ്ജീവ് കുമാർ. അദ്ദേഹവും ജയഭാദ്രിയുമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ട്രസ്. കാരണം അന്ന് ഓബ്വിയസ്ലി വേറെ ദർ ഇസ് നോ ഈ സാറ്റലൈറ്റ് ചാനൽസ് ഒന്നുമില്ല, സോഷ്യൽ മീഡിയ ഓഫ് കോഴ്സ് ഇല്ല. ഒരു ടെലിഫോൺ ഉള്ളത് തന്നെ ഒരു സ്ട്രീറ്റിൽ 1 or 2 വീട്ടിലായിരിക്കും. അപ്പോൾ നമ്മൾ ദൂരദർശനിലാണ് ഈ കാണുന്നത് സൺഡേസിൽ. അങ്ങനെ ഞാൻ കോശിച്ച് കണ്ടു. ഞാൻ ഇവരുടെ മാഡ് ഫാനായി. കാരണം രണ്ടും സംസാരിക്കാൻ ശേഷിയില്ലാത്ത 2 പേര്. ഒരു കുഞ്ഞിനെ ജനിച്ചു കഴിഞ്ഞിട്ട് അത് ചെവി കേൾക്കാമോ എന്ന് ഇവർ ടെസ്റ്റ് ചെയ്യുകയാണ്. ഭയങ്കര ഇമോഷണലായിട്ട് ഫിലിം. എന്നാൽ ഇവർ രണ്ടും സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അയ്യോ, ഇങ്ങനെ ഒരു ഫിലിം ചെയ്യണം, ഇങ്ങനെ അഭിനയിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞാലും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ. സോ ആ ആക്ടേഴ്സിനോട് എനിക്ക് അപ്പോൾ സ്റ്റാർ ആൻഡ് സ്റ്റൈലാണോ സ്റ്റാർ ഡസ്റ്റ് ആണോ ഓർമ്മയില്ല, ഒരു മീഡിയയിലെ പേഴ്സൺ കൊണ്ടുവന്ന് മുന്താനം പിടിച്ചതിന് ശേഷം 84 ഈ മാഗസീനെ കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ തമിഴ് ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് വലിയ ഇഷ്ടമാണ് സഞ്ജീവ് കുമാറിനെ കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ പറയുകയാണ്, അറ്റ് പ്രസൻറ്റ് ഇവിടെയുള്ള ബോംബെ ഹീറോയിൻസിന് ആരാണ് നിങ്ങളെ ഇൻസ്പയർ ചെയ്തത്? ഇല്ല, ഇവിടെ ആരുമില്ല, പക്ഷേ എനിക്ക് സൗത്തിൽ വന്ന ഉർവശിയെ ഒരുപാട് ഞാൻ ആ കുട്ടിയുടെ ഫിലിം എൻജോയ് ചെയ്തു. അപ്പിയറൻസ് വൈസ് ഹിന്ദിക്കാണ് 100% ആ കുട്ടി ആപ്റ്റ്. സോ വെൽക്കം ഉർവശി, ബോളിവുഡ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. നോട്ട് ബോളിവുഡ് എക്സാക്ട്ലി, ഹിന്ദി ഫിലിംസ്. ഭയങ്കരമായിട്ട് അല്ല, അത് കേട്ടു. പക്ഷെ നമുക്കങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ ഹിന്ദിയെ പറ്റി. അറിയാത്ത ഭാഷ കന്നഡം പറയുന്നു, അറിയാത്ത ഭാഷ തെലുങ്ക് പറയുന്നു.
ഇതൊക്കെ എഴുതി കുത്തിയിരുന്ന് പഠിക്കുന്നതിനിടയ്ക്ക് പക്ഷെ ഒരുപാട് ഓഫേഴ്സ് വന്നു കേട്ടോ. തമിഴിലുള്ള സിനിമകൾ റീമേക്ക് ചെയ്യുന്നൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ മുന്താനയും മുടിച്ച സിനിമ പോലും പിന്നെ വന്ന ഓഫറാണ്. പക്ഷെ അന്നൊക്കെ അറിയാവോ, അച്ഛൻ്റെ അമ്മ, അമ്മയുടെ അമ്മ, അമ്മ, അപ്പച്ചി, ഇങ്ങനെ ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്. ഇവരെല്ലാവരും കൂടി നിന്ന് ചർച്ച കണ്ടാൽ ബോംബെയിലുള്ളവരെല്ലാം എന്നെ കണ്ട ഉടനെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി മാത്രം നിൽക്കുന്നവരാണ്. അതെ, ഞാൻ അങ്ങോട്ട്, അതെ, ദാവൂദ് ഇബ്രാഹിം ആരൊക്കെയോ കടത്തിക്കൊണ്ടു എന്നൊക്കെ റൂമേഴ്സുള്ള സമയം ഞാൻ അങ്ങോട്ട് പോവുകയേ വേണ്ടു, അപ്പോഴേ കടത്തിക്കൊണ്ട് അങ്ങ് പോയേക്കുക. അപ്പൊ നമ്മളൊക്കെ സീരിയസ് ആയിട്ട് കേൾക്കോ, അതെ അതെ അതെ, ഒരു അയ്യോ വളർത്തി വല്ലവരും കൊടുക്കാനാന്നോ നമുക്ക് വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദിന്ന് ആൾക്കാർ വരുന്നു. താഴെ ആരെങ്കിലും പറയാം ഇവിടെ ഇല്ല എന്ന് പറയാം, ഇവിടെ ഇല്ല എന്ന് പറയാം എന്ന് വെച്ചാൽ അവരെങ്ങാനും ഉണ്ടെന്ന് പറഞ്ഞ് മേളിൽ കയറി വന്നാലോ. അങ്ങനത്തെ കോമഡി ആയിരുന്നു കേട്ടോ, സത്യത്തിൽ ഭയങ്കര കോമഡി. അതോ എൻ്റെ അമ്മൂമ്മമാർ രണ്ടുപേരും കുഞ്ഞുങ്ങളെ ഇതിൽ ഇറക്കിയപ്പോൾ പറഞ്ഞതായിരുന്നു വേണ്ടാന്ന്. അവന്മാർ അവിടുന്ന് ഇങ്ങോട്ടെങ്ങാനും തിരക്കി വരുമോ, ഇവിടെ നിന്നെങ്ങാനും നാട്ടിൽ വിളിച്ചുകൊണ്ട് പോവാം കൊച്ചുങ്ങളെയും കൊണ്ട്, ഇങ്ങനെ അവരെ ചിന്തിക്കും. അങ്ങനെയാണത്. ഭയങ്കര എന്താ പറയുന്നത്, സിനിമയിലൊക്കെ ബോൾഡായിട്ട് അഭിനയിക്കണം, നിവർന്ന് സംസാരിക്കണം, അങ്ങനെയൊക്കെയാണ് അച്ഛൻ്റെ ഇത്. നല്ല പ്രൊഫഷനാണ്, കുഴപ്പമില്ല. ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ല അച്ഛന്. ഇങ്ങനെ നാണക്കുണി എന്താണത്, തലവനിക്കുന്ന ആവശ്യം എന്താ പ്രശ്നം, ഇങ്ങനെ സംസാരിക്കും, ഇങ്ങനെ നമസ്കാരം പറ, അങ്ങനെ പഠിപ്പിക്കും. ഉറക്കെ സംസാരിക്കണം. കാരണം ഞാൻ അച്ഛൻ്റെ മുഖത്തെ നോക്കത്തില്ല, അച്ഛ അങ്ങനെയല്ല അച്ഛ, ഇങ്ങനെയൊക്കെ സംസാരിക്കും. പേടിയോ അച്ഛനെ, ഭയങ്കര പൊക്കവും ഭയങ്കര ഗർജനമാണ് ശബ്ദമൊക്കെ. അപ്പം കൊട്ടാരക്കര മാവൻ, എൻ്റെ അച്ഛൻ ബിജുമേൻ്റെ അച്ഛൻ ബാലകൃഷ്ണൻ മാവൻ, പിന്നെ വില്യം ഡിക്രൂസ് എന്ന് പറഞ്ഞൊരു മാമൻ, ഇവരൊക്കെ സിംഹഗർജനമുള്ള ആൾക്കാരാണ് അച്ഛൻ്റെ നാടക ക്യാമ്പിൽ. കുറേ സിംഹങ്ങൾ ഇങ്ങനെ അലറുന്നതായിട്ട് തോന്നും നമുക്ക്. പൊന്നോ പിള്ളേരെ ഒരാൾ വിളിക്കും, ഡിക്രൂസ് കേട്ടോ, അതിപ്പുറത്ത് ഒരാൾ വിളിക്കും, അതുകൊണ്ട് ശബ്ദ മത്സരമാണ് ഇങ്ങനെ. അപ്പോൾ സ്ത്രീകളെല്ലാവരും ഇങ്ങനെ ഉറക്ക ചിരിച്ചുകൂടാ. അപ്പം ഞാനൊരു അഞ്ചരിയൊക്കെ കാലഘട്ടത്തിൽ അപ്പം ഇങ്ങനെ നോക്കും ചായപ്പിലോട്ട്, എവിടുന്നാ ചിരി എന്ന് ചോദിച്ചാൽ പിന്നെ ചോദിക്കുന്നു പിള്ളേരെ മിണ്ടായിരിക്കും പിള്ളേരെ ഇങ്ങനെ പറഞ്ഞോണം. പക്ഷെ സിനിമയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വേറെങ്ങും കൂട്ടുകാരുടെ വീട്ടിൽ പോയി ഇരുന്നൂടാ. കൂട്ടുകാർ വീട്ടിൽ വന്നാൽ ഇവിടെ ഇരുന്ന് കളിച്ചോണം. അതിനകത്ത് പോയി റൂമിനകത്ത് പോയി കഥ അടച്ചാൽ ഞങ്ങൾ കേൾക്കാത്ത എന്ത് കാര്യമാണ് നിങ്ങൾ പറയുന്നത്, ഇവിടെ വന്നിരിക്കും, അല്ലേ ഇവരെല്ലാം കൂടെ അങ്ങോട്ട് പോകും. ഇപ്പം ഈ രണ്ടമ്മമാർ ഇവരൊക്കെ ഇരിക്കുന്നിടത്ത് എന്തോ കഥ പറയാൻ പറ്റും സമപ്രായക്കാരോട്. നമ്മളിങ്ങനെ കോഡ് ഭാഷയൊക്കെ പറഞ്ഞാൽ എന്തുവാ അത്, ഇടയ്ക്ക് എന്തോ പറഞ്ഞ എന്തുവാ ഗീതേ, അപ്പം നമ്മൾ അതൊന്നുമില്ല. കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞു, ഏത് കുട്ടി, അതെന്തോ ചെയ്ത ആ കുട്ടി എല്ലാം അറിയണം. സിനിമയിൽ വന്നിട്ടും ആരുടെയും വീട്ടിൽ വിടൂല. അയ്യോ, ആരുടെ വീട്ടിൽ പിറന്നാൾ ഒരു പാർട്ടി തുടങ്ങിയ പാർട്ടി എന്ന് പറയുന്നത് വേറെന്തോ ഭയങ്കര മോശം കാര്യം. അയ്യോ സത്യം. കാരണം പഴയ പടങ്ങളെ കണ്ടില്ലേ, പാർട്ടി പോകുന്ന സൊസൈറ്റി ലേഡീസ് എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാണിക്കും. അതാണ് സത്യം എന്ന് വിശ്വസിച്ചിരിക്കുന്നത്. സത്യം കേട്ടോ. ഫിലിം ഫെയർ അവാർഡ് വാങ്ങിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് എല്ലാവരുമായിട്ടും പരിചയപ്പെടും, അങ്ങനെ കൊണ്ടുവന്നു. അപ്പം അമ്മ നമുക്ക് പോവാം പാർട്ടിയാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞ് എന്നെ അതിന് അപ്പുറത്തു കൂടെ കൊണ്ടുപോയി. ആ ഫിലിം ഫെയറിൻ്റെ ബാക്കി എല്ലാവരുടെയും കയ്യിൽ ആ ട്രോഫി വെച്ചിട്ട് എല്ലാവരുടെയും ഫോട്ടോസ് ഉണ്ട്. എൻ്റെ ഫോട്ടോ ഉണ്ടാവില്ല, വീട്ടിൽ കൊണ്ട് ഞാൻ ട്രോഫിയും കൊണ്ട് ഞാൻ പോയി. പാർട്ടി വിളിക്കുന്നു, അപ്പോഴേ പൊടി കലക്കി തന്നെ എന്നെ മയക്കി. ഇതിനാണല്ലോ ആൾക്കാർ വരുന്നത്. കൊച്ചിലെ മുട്ടായി, ആരെങ്കിലും മുട്ടായി വാങ്ങിച്ചാൽ പിള്ളേരെ പിടിപ്പുകാർ കൊണ്ടുപോകാനാന്നേ മുട്ടായി കിളക്കി തരുന്നത്. അങ്ങനെ ചേച്ചിയുടെ ബോളിവുഡ് കരിയർ അവിടെ തീർന്നു. ഓക്കെ ചേച്ചി, ഇനി ഞാൻ നേരത്തെ റാപ്പിഡ് ഫയർ ക്വിക്ക് എന്നൊക്കെ പറഞ്ഞു, പക്ഷെ നമ്മൾ സംസാരിച്ച് പക്ഷെ നല്ല കഥകളാണ്, അപ്പോൾ വി ഹാവ് ടു ഹിയർ ദിസ്. പക്ഷേ ദിസ് ഇസ് വെരി ക്വിക്ക്. ദിസ് ഓർ ദാറ്റ്. ഓക്കെ, പെട്ടെന്ന് പറയണം. ആദ്യം മനസ്സിലായിരുന്നത് കോമഡി ഓർ ഡ്രാമ? കോമഡി. ഇമോഷണൽ റോൾസ് ഓർ ഫുൾ ഹ്യൂമറസ് ചെയ്യാൻ? ഫുൾ ഹ്യൂമറസ്. ഫുൾ. വില്ലനസ് ട്വിസ്റ്റ് ഓർ ഓൺലി ഹീറോയിൻ? വില്ലനസ്. ചെയ്തിട്ടുണ്ടോ? നോ. ഓ, മലയാളം സിനിമ ഓർ തമിഴ് സിനിമ? മലയാളം. 80s ക്ലാസിക്സ് ഓർ ഇന്നത്തെ സിനിമ ന്യൂ ജെൻ? ന്യൂ ജെൻ ഓഫ് കോഴ്സ്. മൾട്ടി സ്റ്റാർ ഫിലിംസ് ഓർ ഹീറോ ഹീറോയിൻ സോളോ? നോട്ട് സോളോ, ബട്ട് മൾട്ടി സ്റ്റാർ ഇസ് ഓൾവേസ് ഇസ് നോട്ട്. അപ്പം ചേച്ചിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ഇതാണ് മോഹൻലാൽ ഓർ മമ്മൂട്ടി അഭിനയിക്കാൻ കൂടെ? മോഹൂട്ടി.
കുഴപ്പിക്കുന്ന ചോദ്യം. അല്ലാതെ ഞാൻ കണ്ടപ്പോ ഞാൻ തന്നെ ഇത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ എല്ലായിടത്തും ചോദിക്കുന്ന, ബിക്കോസ് ആരും പറയില്ല ചേച്ചി. അല്ല, എന്താ അറിയോ, എന്താ സി റെയിൽപാളം എന്ന് പറയുന്നതിന് ആ 2 സംഗതി ഇല്ലെങ്കിൽ പറ്റൂ. പിന്നെ ആ റെയിൽസ് എങ്ങനെ ഉണ്ടാക്കുന്നത്? അങ്ങനെയാണ് അവര്. ഒരു തൂണുകൊണ്ട് മാത്രം ഒന്നും നിൽക്കില്ല, 2 തൂൺ മിനിമം വേണം. 3 നമുക്ക് ആവാം, ബട്ട് അറ്റ്ലീസ്റ്റ് മിനിമം അല്ലേ? അപ്പോൾ അതാണ് വ്യത്യാസം. പക്ഷെ കമ്പാരിറ്റീവ്ലി ലാംഗ്വേജസ് വൈസ് സ്ലാങ് യൂസ് ചെയ്യുന്നതും വേഷച്ചേർച്ചയും മമ്മൂക്കയാണ്. അത് ഒരു സത്യസന്ധമായ കാര്യമാണ്. ഒരേ സമയത്ത് ഭിക്ഷക്കാരനായിട്ടും ഒരു ഭയങ്കര ഒരു രാജാവായിട്ടും ജഗദീഷ് ശ്രീകുമാറിനും പറ്റും, മമ്മൂട്ടിക്കും പറ്റും, ബട്ട് നോട്ട് മോഹൻലാൽ. അദ്ദേഹത്തിൻ്റെ ശാരീരികമായ അപ്പിയറൻസ്, സാന്നിധ്യത്തിന് കുറച്ച് പണി ഉണ്ട്. കാരണം മോഹൻലാൽ വഴിയരിന്ന് വല്ലതും തരണേ അമ്മ എന്ന് പറഞ്ഞാൽ എല്ലാം കൊഴുത്ത് അടിച്ചു വെച്ചിരിക്കുന്ന വന്ന് ഇരുന്നിരിക്കുക ചോദിക്കുന്നത്, പോയി പണിയെടുക്കണോ എന്ന് പറയും. കാരണം അതല്ലേ ആരും വിശ്വസിക്കില്ല, എല്ലാം തിന്നിട്ട് വന്നിരിക്കുകയെന്നോ. അപ്പൊ സഹതാപം ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ചബ്ബിയായിട്ടുള്ള അങ്ങനെയൊക്കെ കോമഡിയൊക്കെ അതൊക്കെ കൊള്ളാം. ബട്ട് അതർവൈസ് ഭയങ്കര ആക്ടറാണ് പുള്ളി. ബട്ട് എന്താ അറിയോ, അതുപോലെ മമ്മൂട്ടി ഏത് സ്ലാങ് യൂസ് ചെയ്താലും അനായാസമാകും. അത് അദ്ദേഹത്തിന് ഒരു അങ്ങേയറ്റം ട്രിവാൻഡ്രം മുതൽ അങ്ങ് കാസർഗോഡ് വരെ വളരെ സരളമാകും. അതെല്ലാവർക്കും പറ്റില്ല. അതൊരു പ്ലസ് ആയിട്ട് തന്നെ നിൽക്കും മമ്മൂക്കയ്ക്ക്. അതൊരു സംഭവമാണ്. അപ്പൊ ഇത് ഇവിടെ ചോദിച്ചുകൊണ്ട് ഞാൻ തമിഴിൽ കൂടെ ചോദിക്കാം, ചോദിച്ചില്ലെങ്കിൽ അടിയോടെ. രജനീകാന്ത് ഓർ കമൽ ഹാസൻ? രണ്ടും ഈ പറഞ്ഞ സെയിം സാധനമാണ്. കാരണം രഞ്ജിത്ത് സാർ നല്ല ആക്ടറാണെന്ന് പ്രൂവ് ചെയ്ത ഒരാളാണ്. ബട്ട് സ്റ്റൈലൈസ്ഡ് ആക്ടിങ് സൗത്തിൽ കൊണ്ടുവന്ന് പ്രൂവ് ചെയ്തു. അത് വേറൊരു ഇതാണ്. കമൽഹാസനെ ആരോടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ ഈ മോഡേൺ സംഗതി ആക്ടിങ്ങും ഒന്നും വരാത്ത കാലത്ത് പുതുമകൾ കൊണ്ടുവന്നിട്ടുള്ള ഏക ആക്ടറാണ് പുള്ളി. ഡാൻസ്, ക്ലാസിക്കൽ, ആ ചേച്ചി വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇനിയൊരു കമൽഹാസൻ ഉണ്ടാകുന്നത് സത്യമാട്ടോ. സാഗര സംഗമം പോലൊരു സിനിമ, ഒരുപാട്. ഓക്കെ, ഇൻഡോർ ഷൂട്ടിംഗ് ഓർ ഔട്ട്ഡോർ? ഔട്ട്ഡോർ. പ്രകൃതി ഉള്ളൊരു സംഗതി. മോർണിംഗ് ഓർ രാത്രി ഷൂട്ട്സ്? സത്യം പറഞ്ഞാൽ നോട്ട് ഏർലി മോർണിംഗ്, നോട്ട് 2. അപ്പൊ ഒരു 10 to 7 ബെസ്റ്റ് ടൈം. ഇപ്പൊ തന്നെ അഗ്രിമെന്റ് സൈൻ ചെയ്ത് തന്നിരിക്കുന്നു. ഇപ്പൊ അങ്ങനെ നടക്കാറുണ്ടോ 10 to 7? ഞാൻ ഓൾമോസ്റ്റ് 9:30 to 6 o'clock ആണ് ലാസ്റ്റ് 25. ഇപ്പോൾ ഈ ഒരു ആശ മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നിരാശയായത് ആ കാര്യത്തിൽ. കാരണം എന്ന് വെച്ചാൽ പറ്റില്ല, അത് ഈ ക്യാരക്ടറിലൂടെയുള്ള ട്രാവൽ ആയതുകൊണ്ട്, അല്ലാതെ നിർത്തിയില്ല. അതർവൈസ് നോ. സ്ക്രിപ്റ്റഡ് ഓർ സ്പോണ്ടേനിയസ്? ഹ്യൂമറിൽ സ്പോണ്ടേനിയസ് ഈസ് ഓൾവേസ് ബെറ്റർ, ബട്ട് സ്ക്രിപ്റ്റ് വേണം. ബട്ട് ഇമോഷണൽ ഒരു നല്ല ലക്ഷ്യം വെച്ചുകൊണ്ടേ ചെയ്യാൻ പറ്റും. പ്രീ പ്രൊഡക്ഷൻ ഓർ പോസ്റ്റ് പ്രൊഡക്ഷൻ ചേച്ചി? 100% പ്രീ പ്രൊഡക്ഷൻ. അവിടെ കൃത്യമാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിനും ചിട്ടയുണ്ടാവും. എങ്ങനെയാണ് നമ്മളുടെ ഇപ്പോൾ ഇൻഡസ്ട്രി പ്രീ പ്രൊഡക്ഷനിൽ? കുറേ മലയാളം ഇൻഡസ്ട്രി പ്രീ പ്രൊഡക്ഷൻ വർക്ക് ഈസ് ഓക്കെ, ബട്ട് പലപ്പോഴും അത് സ്പോട്ടിൽ വന്നു കഴിയുമ്പം പ്ലാനിങ്ങിൽ അങ്ങ് മാറി പോവുകയാണ്. ഫിലിം ഉള്ളപ്പോഴുണ്ടായിരുന്ന സമയത്തിൻ്റെ വാല്യൂ ഇപ്പം ഉണ്ടാവണില്ല. അത് വലിയ കാലം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ലല്ലോ. ഇനി സിമ്പിൾ ആയിട്ടുള്ള പേഴ്സൺ, ചായ ആ കോഫി? കാപ്പി. ട്രിവാൻഡ്രത്തിന്റെ കാപ്പിയാണെന്ന് പറഞ്ഞാൽ കാപ്പിയും പലഹാരം കൂടെ ചേർന്നത്. കാപ്പി കുടിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ അറിഞ്ഞില്ല. അതെ 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 അതെ. ചേച്ചിക്ക് ആ കാപ്പിയാണോ നോർമൽ കാപ്പിയാണോ? കാരണം ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഞാൻ വെളുപ്പിന്, ഞാനത് മറന്നുപോയി, കുറെ കാലമായില്ലേ. വെളുപ്പിനെ പോയിട്ട് ആ പയ്യനോട് ചോദിച്ചു കൊടുത്ത പിന്നെ കാപ്പി ആയിട്ടില്ല ചേച്ചി, കുറച്ച് വെയിറ്റ് ചെയ്താൽ മതി, ഇപ്പോൾ വരും എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ഓരോരുത്തരും വന്ന് കോഫി കുടിച്ചോണ്ട് പോന്നു. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞേ? ഞാനിപ്പോൾ ഒന്ന് അല്ല ചേച്ചി കാപ്പിയല്ലേ ചോദിച്ചേ. അപ്പം എനിക്ക് കത്തി, കാപ്പി കുടിച്ചോന്ന് പറഞ്ഞാൽ ഇഡ്ഡലി ദോശ ഇതിനും അതാണ്. ഐ ഡിഡ്ന്റ് നോ ദാറ്റ്. സാരി ഓർ കാഷ്വൽ? കാഷ്വൽ. സാരി അധികം ഇഷ്ടമല്ല. സാരി നല്ല ഇഷ്ടമാണ്, പക്ഷെ നല്ല പണിയാണ്. നല്ല പണിയാണ്. കുക്കിംഗ് ഓർ ഓർഡറിങ് ഫുഡ്? അറിയാം, കുക്കിംഗ്. ഹോളിഡേയ്സിൽ പോവാത്ത ചേച്ചിക്ക് പോവാറുണ്ടോ? ഹോളിഡേയ്സ്, വെക്കേഷനൊക്കെ പോവും. അമ്പലങ്ങളിലൊക്കെ ഇഷ്ടമുള്ള അമ്പലങ്ങൾ, മൂകാംബിക ഏറ്റവും ഇഷ്ടം പോകാൻ, മൂകാംബിക വരെയുള്ള യാത്ര. എങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ മൗണ്ടൻസിൽ പോവോ ബീച്ചിൽ പോവോ? മൗണ്ടൻസ്. പഴയ പാട്ടുകളോ പെപ്പി പാട്ടുകളോ?
പെപ്പി പാട്ടുകൾ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പഴയ പഴയ പാട്ടുകൾ. ചേച്ചിക്ക് 2 നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള 2 ടൈംസ് നാഷണൽ അവാർഡ് വിന്നർ, 6 ടൈംസ് സ്റ്റേറ്റ് അവാർഡ് വിന്നർ. അതാണോ കൂടുതൽ വലുത്, അതോ ഓഡിയൻസിൻ്റെ ഒരു സ്നേഹമാണ്? 100% ഓഡിയൻസിൻ്റെ സ്നേഹമാണ്. അല്ലേ? 100% അവർ അംഗീകരിച്ച് കിട്ടിയ അവാർഡുകൾ മാത്രമേ ഞാൻ സ്വീകരിച്ചിട്ടുള്ളൂ ഇതുവരെ. വുഡ് യു ഡയറക്റ്റ് സം ഡേ ഓർ ആക്ട് ഫോർ എവർ? എന്തെങ്കിലും ആക്ട് ഫോർ എവർ ആണ് ഇഷ്ടം. ഡയറക്ഷൻ എനിക്ക് എൻ്റെ ജോലി കഴിഞ്ഞാൽ എൻ്റെ കൂടെ അണയണം എനിക്ക്. അപ്പം ഡയറക്ഷൻ അങ്ങനെ പറ്റില്ല. നാളത്തേക്കുള്ള പ്രിപ്പറേഷൻ, പിന്നെ സിനിമ കഴിഞ്ഞാലും പിന്നെ തിയേറ്റർ വിസിറ്റ്, അതൊന്നും ഇപ്പോൾ ആ ഭാരം ചുമക്കാൻ ഇതുവരെ ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടില്ല. Which is the happier Urvashi? Urvashi today or Urvashi 20 years ago? ഉർവശി 20 years ago. Yeah? എന്തുകൊണ്ട്? തീർച്ചയായിട്ടും അഭിനയിക്കുക എന്നുള്ളതല്ലാതെ മറ്റ് പ്രാരബ്ധങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പിന്നെ ലോകമെല്ലാം നല്ലതാണ്, എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു, എന്നെ വഞ്ചിക്കാൻ ആരുമില്ല എന്ന് കരുതിയിരുന്ന ഒരു ഉർവശി. അതിലൊരു വല്ലാത്ത ഇന്നസെൻസ് ഉണ്ടായിരുന്നു. ഒരിക്കൽ പൊള്ളിക്കഴിഞ്ഞപ്പോൾ പിന്നെ എപ്പോഴും സംശയവും ഇങ്ങനെ അറച്ചു നിൽക്കുന്നൊരു അവസ്ഥയിലായി. എന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പം അതാണ്. ഇപ്പം ചേച്ചി ഏറ്റവും വലിയ ഫിയർ എന്താണ്, ഏറ്റവും വലിയ പേടി എന്താണ് ഇപ്പോഴത്തെ ഉർവശിക്ക്? എനിക്ക് അല്ല, എപ്പോഴും നല്ല ഒരു തരം പേടിയുണ്ടല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേതായിരിക്കും ശരി, ഇത് ഏതാണ് നമ്മളോട് പ്രകടിപ്പിക്കുന്നത്, ഇത് കറക്റ്റാണോ കറക്റ്റ് അല്ലയോ, അങ്ങനെ ഒരു തോന്നൽ ഇങ്ങനെ എല്ലാത്തിലും ഒരു ഡബിൾ മൈൻഡഡ് ആയി വരും. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചേച്ചി ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ചേട്ടനെ തന്നെയാണ്. തീർച്ചയായിട്ടും. ഹീസ് എ പില്ലർ അല്ലേ ചേച്ചിയുടെ ലൈഫിൽ? തീർച്ചയായിട്ടും. ഐ മീൻ ചേച്ചിയുടെ ലൈഫിൽ വന്ന കുറേ ചാഞ്ചാട്ടങ്ങളുണ്ടല്ലോ, അതിനെ പിടിച്ചു നിർത്തി അല്ലേ? അപ്പോൾ ചേട്ടനെ കുറിച്ച് ചേച്ചി ആലോചിക്കുമ്പം what do you think about him as? എന്താണ് ചേച്ചിക്ക്? ഒരുപാട് കുറവുകളുള്ള മനുഷ്യനാണ്, പച്ചയായ മനുഷ്യനാണ്. എല്ലാ വിചാരവികാരങ്ങളും അങ്ങനെ പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. അങ്ങനെ പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് എപ്പോഴും നല്ലത്. ഒരു ഹിഡൻ ഫേസോടുകൂടി പെരുമാറുന്നവരിൽ നിന്നും പെട്ടെന്നുണ്ടാകുന്ന സംഗതികൾ നമുക്ക് താങ്ങാൻ പറ്റാവുന്ന സംഭവങ്ങളാവും. ഇതായിരുന്നു ഇവരുടെ ഒറിജിനൽ. അപ്പോൾ അതെന്തായിരുന്നു എന്ന് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുക. അത് നമ്മളെ വീണ്ടും വീണ്ടും ആശയക്കുഴപ്പത്തിലാക്കും. ഇത് നമുക്ക് മനസ്സിലായി. അപ്പം ഓൾമോസ്റ്റ് ഞാനിങ്ങനെയാണ്, എനിക്കിതിനേക്കാളൊരു ഹിഡൻ ഫേസ് എനിക്കില്ല. അപ്പം ഇതാണ് നല്ലതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ചെയ്ത ഒരു കാര്യമായതുകൊണ്ട് അതാണ് എനിക്കിഷ്ടം. അതെ, നമുക്ക് മനസ്സിലാവും ചേട്ടൻ്റെ ഒരു എനർജി ചേച്ചിയുടെ ചുറ്റുമുണ്ട്. ആൻഡ് ആ ഒരു ഹാപ്പിനെസ് ഉണ്ട്. ബിക്കോസ് ഒബ്വിയസ്ലി നമുക്കറിയാം ചേച്ചിയുടെ സെക്കൻഡ് മാരേജ് ആണ്. ചേച്ചി ഒരു കൂട്ടുകുടുംബത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണല്ലേ. അതിൽ നിന്ന് ചേച്ചിയുടെ സൂപ്പർ സക്സസ്ഫുൾ ഒരു പീരീഡിലാണ് ചേച്ചിയുടെ ആദ്യത്തെ വിവാഹം നടക്കുന്നത്. അതൊരു വലിയ ചേഞ്ച് ആയിരുന്നില്ലേ ചേച്ചിക്ക്? ഈ ഒരു ജോയിൻറ്റ് ഫാമിലി സെറ്റപ്പിൽ നിന്ന് സൂപ്പർ സ്റ്റാർഡമിൽ നിന്ന് പെട്ടെന്ന് വിവാഹം എന്ന് പറയുമ്പോൾ ഒരു പ്രൈവറ്റ് ലൈഫായല്ലോ. ആ ഒരു ഷിഫ്റ്റാണോ ചേച്ചിയുടെ ലൈഫ് കുറച്ചൊന്ന് വലിയൊരു രീതിയിൽ മാറ്റിയത്? വാസ് ദാറ്റ് എ ബിഗ് ചേഞ്ച് ആ സമയത്ത് ഫോർ ഉർവശി? തീർച്ചയായിട്ടും. ഞങ്ങളുടെ കുടുംബത്തിലൊന്നും ഇല്ലാത്ത ചിട്ടകൾ ഉള്ള ഒരു കുടുംബത്തിൽ പോകുന്നു. അവർ വളരെ ഫോർവേഡായിട്ടുള്ള ആൾക്കാരാണ്. ഫാമിലിയിൽ നിന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. പിന്നെ ഡ്രിങ്ക്സും ഒക്കെ വളരെ സരളമായിട്ട് ഉപയോഗിക്കുന്നവരാണ് അവർ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും, അച്ഛനും അമ്മയും മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്തെല്ലാം കൂടെ ഡ്രിങ്ക്സൊക്കെ കഴിച്ച് വളരെ ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ അവർ എണീക്കുന്നു, ക്യാഷിലാവുന്നു. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ചെല്ലുമ്പോൾ എനിക്കെല്ലാം അത്ഭുതമാണ്. അയ്യോ, ഇതൊക്കെ സാധ്യമുള്ള കാര്യങ്ങളാണോ, ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ആവുന്നത് എന്നുള്ളത്. അപ്പോൾ അതങ്ങ് പൊരുത്തപ്പെട്ടു പോകാൻ ശ്രമിച്ച് ഒടുവിൽ നമ്മളതിൽ ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ നമ്മൾ വീണ്ടും നമ്മുടെ വയറ്റിപ്പാടിന് ഓടേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കും കൂടെ പോകുമ്പോൾ അത് എല്ലാം കൂടെ ചേർന്ന് മറ്റൊരാളായിട്ട് തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞപ്പം വളരെ വൈകി. ഒരു 10 വർഷം ഒരുപാട് അങ്ങ് വൈകിപ്പോയി. എനിക്ക് പ്രകടിപ്പിക്കാനും ആരുമില്ല. പിന്നെ ഞാൻ ചെയ്തത് ശരിയാണെന്ന് എൻ്റെ കുടുംബത്തിനോട് കാണിക്കാനുള്ളൊരു വാശി ഒരു ഭാഗത്ത്. ഇതോടെ കിടക്കുന്നത് ലവ് മാരേജ് ഓഫ് കോഴ്സ്. വീട്ടിൽ നിന്ന് കലച്ചേച്ചിക്ക് മാത്രം എല്ലാം അറിയാം, എല്ലാം അപ്ഡേഷൻ അറിയാവുന്ന ആൾ കലച്ചേച്ചിയാണ്. അപ്പോൾ കലച്ചേച്ചിയും എൻ്റെ ഒപ്പം ശബ്ദമായിട്ടത് അവളും നേരെയാക്കാൻ, അവളാണ് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അവളും നേരെയാക്കാനുള്ള ശ്രമം അങ്ങനെയൊക്കെ നടന്നിടത്ത് പോയി. പക്ഷെ ഒട്ടും അങ്ങോട്ട് അതിലേക്ക് നമ്മൾ തീരെ കുഴിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേറൊരാളായി മാറിക്കഴിയുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് ശ്രീദേവി മേഡത്തിനെ കുറിച്ച്. ഞാൻ സിനിമയിൽ വരുമ്പോൾ അവരുടെ അമ്മ തന്നെ ഷൂട്ടിങ് കുറച്ച് ഇങ്ങനെ ആയി കഴിയുമ്പോൾ അവർക്ക് ഒരു ഡ്രിങ്ക്സ് കൊണ്ടുവന്ന് കാരണം അവർ വളരെ ഹെവി ആയിട്ട് വർക്ക് ചെയ്യുന്നു, ടയേർഡാണ്, റിലാക്സ് ആവാൻ കൊടുക്കുന്നുണ്ട്. അങ്ങ് കൊടുത്താണ് അവരെ നിർത്തുന്നതെന്ന്
അവരുടെ ഒപ്പം അഭിനയിച്ചിരിക്കുന്ന രാധയെ പോലെ അങ്ങനെയുള്ള നടികളൊക്കെ പറഞ്ഞ് ഇപ്പോഴും കുട്ടിപ്പത്മിനി എന്ന ഒരു പഴയ നടി ശ്രീദേവമ്മയുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള അവരും പറഞ്ഞു അങ്ങനെയാണെന്നുള്ളത്. പക്ഷേ എനിക്ക് ചെന്നുകയറി വീട്ടിൽ നിന്നായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്. ആ ഒരു എക്സ്പീരിയൻസ് ഒരു എക്സ്പോഷർ എക്സ്പോഷർ അതൊക്കെ നമ്മൾ അപ്പോൾ അവിടുന്ന് കിട്ടിയിട്ടുള്ള നമ്മൾ മനസ്സിലാക്കിയെടുത്ത് വർക്ക് ചെയ്ത് വന്നു കഴിയുമ്പോൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരുമായിട്ടും ജോളിയായിട്ട് ആണ് ഗുഡ് ടൈം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ പിന്നെ അത് നമ്മൾ മാത്രം ഒറ്റയാൾ പട്ടാളമായിട്ട് നമ്മളൊരു സമ്പാദ്യത്തിനുള്ള ആളാവുകയും നമ്മളത് ഇഷ്ടമില്ലാതെ നമ്മൾ അതിനൊക്കെ പോകേണ്ടി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ വന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ റിലാക്സേഷൻ്റെ ഭാഗമായിട്ട് ഇത് കൂടുകയും വരികയും അത് കൺട്രോളെന്ന് മാത്രമല്ല നമ്മുടെ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിക്കൊണ്ടിരിക്കും തോറും അതിന് തക്ക ഹെൽത്ത് എനിക്കില്ല, ആരോഗ്യം എനിക്കില്ല. അപ്പോൾ അതിലേക്ക് പോകും, ഉറക്കങ്ങൾ നഷ്ടപ്പെടുകയാണ്. ഇതൊക്കെ വന്നാലും ഉറക്കം വരുന്നില്ല, പിന്നെ ഉറക്കമില്ലാതെ വരിക, അതിനൊപ്പം ഭക്ഷണം കഴിക്കാൻ വയ്യാതെ വരിക. എനിക്ക് ആദ്യം തന്നെ എനിക്ക് മാനസികമായിട്ട് ശരിയല്ലെങ്കിൽ ആദ്യം റിജക്റ്റ് ആവുന്ന എൻ്റെ ഫുഡാണ്. എനിക്ക് കഴിക്കാൻ പറ്റില്ല, അതെനിക്ക് ചെറുപ്പം പോലെ ഉള്ളതാണ്. പിന്നെ എൻ്റെ ഉറക്കവും, ഇത് രണ്ടും പോയുള്ള ഒരവസ്ഥ വന്നുകൊണ്ടിരിക്കും തോറും മാനസിക നില കുറേശ്ശെ വേറെ വഴിയിലേക്കാവും. പിന്നെ ചുറ്റുപാടുകൾ നമ്മൾ മറക്കും, നമ്മുടെ ഈ പ്രശ്നങ്ങൾ എന്നുള്ളത് മാത്രമാവും. അങ്ങനെയൊക്കെ ആയി അത് ഓവർ കൺസ്യൂം ചെയ്യും അല്ലേ? ഓവർ കൺസ്യൂം എന്നുള്ളതല്ല, നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യമല്ല ചെയ്യുന്ന, ഭക്ഷണവും ഇല്ല ഉറക്കവും ഇല്ലാത്ത ഒരാൾ ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അതെല്ലാം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. അപ്പം അതെങ്ങനെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം എന്ന് വിചാരിച്ചത് എൻ്റെ പേഴ്സണൽ സ്റ്റാഫും എൻ്റെ ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ടാണ്. എൻ്റെ ക്ലാസ്മേറ്റ്സ് കുറച്ച് പേരുണ്ടായിരുന്നു, അവരെല്ലാം കൂടെ ചേർന്ന് ബലമായിട്ട് നീ ഇത് മാത്രമേ ഉള്ളൂ മാർഗം. അപ്പോൾ ആരുടെയും കുറ്റമല്ല, അവർക്കൊക്കെ അതിപ്പോൾ സാധിക്കുന്നുണ്ട്, എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു. അപ്പോൾ നമുക്ക് സത്യം അങ്ങനെ പറയണ്ടെന്ന് എൻ്റെ വീട്ടിലുള്ളവരും അവരും ഒന്നും ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട. കുറേ വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ഇപ്പം എല്ലാവരും അവരുടേതായ കാര്യങ്ങളിൽ യുനോ ഹാപ്പി ആയി നിൽക്കുന്നു. പക്ഷെ റീസെൻ്റ്ലി മോള് സിനിമയിലേക്ക് വരുന്ന ന്യൂസും യുനോ അതൊക്കെ മീഡിയയിൽ സെലിബ്രേറ്റഡ് ആയിരുന്നു. ബിക്കോസ് നമ്മൾക്കൊക്കെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. മനോജ് ഏട്ടൻ്റെയും ശേഷിയുടെയും യുനോ തേജ ഇസ് ഡൂയിങ് എ ഫസ്റ്റ് ഫിലിം. കുറേ ഫിലിംസ് വരുന്നുണ്ട് അല്ലേ? 3-4 പടങ്ങളുണ്ട്. തമിഴിലും അത്യാവശ്യം നല്ല ഓഫേഴ്സ്. ചേച്ചിയുടെ കൂടെ ഒരെണ്ണം പബ്ലോ പാർട്ടി, ഇതൊക്കെ ചർച്ചയിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തും കുറേ ന്യൂസൊക്കെ വന്നു. അപ്പം ചേച്ചി ഇതൊക്കെ ഇതിനെക്കുറിച്ച് എപ്പോഴും ചേച്ചി മിണ്ടാതെ ഇരുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതെ അതെ, ആ ഒരു സൈലൻസ്, ആ മിണ്ടാതെ സൈലൻസ് എന്ന് പറയുന്നതൊക്കെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാണ്. നമുക്ക് വേണ്ടപ്പെട്ടവർ പലരും അതൊന്നും പറയാൻ നിൽക്കേണ്ട, ഒന്നും പറയാം. പക്ഷേ കുറേ കാര്യങ്ങൾ മറുഭാഗങ്ങളിൽ നിന്നും നിരന്തരം അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ശരിയായ രീതിയിലല്ല, വേറൊരു രീതിയിലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ടപ്പം അവരകെയിൻ നമ്മളോട് വീണ്ടും കമ്പൽ ചെയ്യാൻ തുടങ്ങി. പക്ഷേ അത് ശരിയല്ല, മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു സംഗതിയിലേക്ക് പോരുത്. നിങ്ങൾ നിങ്ങൾ ആർട്ടിസ്റ്റാണ്, അത് നിങ്ങൾ റിവീൽ ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും. ഇത് കുറേ കാലം കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം 85 മുതൽ 95 വരെ മലയാള സിനിമയിൽ ആക്റ്റീവായി നിന്ന ഉർവശി എന്താണെന്ന് ഇവിടെ ഉള്ളവർക്കറിയാം, എൻ്റെ സഹപ്രവർത്തകർക്കറിയാം, തമിഴിലുള്ളവർക്കറിയാം, എൻ്റെ പേഴ്സണലായിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട്സിനറിയാം. അത് കഴിഞ്ഞുള്ള എൻ്റെ മാറ്റത്തിൻ്റെ കാരണവും വ്യക്തമാണ്. എൻ്റെ അമ്മയും എൻ്റെ അമ്മമാരും ഒക്കെ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്, ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്, ഒരു പെൺകുട്ടി ജനിക്കുന്നത് തന്നെ അവൾ അച്ചടക്കമായിട്ട് ജീവിക്കണമെന്നും അവൾ നല്ല അന്തസ്സുള്ള പേര് നേടണമെന്നും എല്ലാത്തിനും അടിസ്ഥാനപരമായ ഒരൊറ്റ കാരണം ഭർത്താവിൻ്റെ വീട്ടിൽ പോയി ജീവിക്കാനുള്ളവളാണ്. അവർ പറയുന്നതനുസരിച്ച് ഒരു ഭർത്താവിനെ മാത്രമല്ല അവരുടെ വീട്ടിലെല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ അതിനുവേണ്ടി മാത്രമാണെന്നുള്ളതാണ്. അങ്ങനെയാണ് വളർത്തിയേക്കുന്നത്. അതെ, ഞാനും അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അവിടെ ചെന്ന് അവർ പറയുന്നത് അവരുടെ ആ രീതിക്ക് ജീവിച്ചോളുക. ഞാനങ്ങനെ ജീവിച്ചു. അത് ശരിയല്ലായിരുന്നു എന്ന് ബോധ്യപ്പെടാൻ കുറച്ച് കാലം എടുത്തു. അവിടെയാണ് ഐ തിങ്ക് ദാറ്റ് ഷിഫ്റ്റ് വന്നത്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അല്ല, ഒരു കുഞ്ഞ് ജനിക്കാൻ അതൊരു നിയോഗമാണ് ഈശ്വരൻ്റെ. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്, ആരുടെയും കുറ്റമല്ല. ഓരോരുത്തരെയും ദൈവം ഓരോ രീതിയിലാണ് ജനിപ്പിച്ചിരിക്കുന്നതും അവരുടെ സ്വഭാവം ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനൊരു നിയോഗം ഉണ്ടായിരുന്നു, എൻ്റെ മോൾ ഇങ്ങനൊരു കോമ്പിനേഷനിൽ ജനിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പം അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളേ അല്ല. ഐ തിങ്ക് ഇപ്പം തേജ ഇപ്പം ഇപ്പം എവിടെയാ? കൊച്ചിയിലാണോ? അല്ല, അവൾ ബാംഗ്ലൂരാണ്, അവിടെയാണ് പഠിച്ചതും. അതായത് +2 കഴിഞ്ഞ ഉടനെ തന്നെ അവളുടെ ഏറ്റവും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ബാംഗ്ലൂരായി.
പക്ഷേ ഈസ് കംഫർട്ടബിൾ ഇൻ ഹാപ്പി. ആൻഡ് നൗ സിനിമയിലെത്തിയപ്പോൾ എന്താണ് പ്രതീക്ഷ ഫ്രം അമ്മയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ മോളുടെ സിനിമാ ജീവിതം? എങ്ങനെ ഉണ്ടാവാതിരിക്കും? ഇല്ലല്ല, അവളുടെ പഠിത്തം, കോളേജിൽ ചേർന്ന് പഠിത്തം മുതലുള്ള എല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് ഉണ്ട്. അന്ന് മുതലേ അവളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെന്നുള്ളത് ശിവൻ ചേട്ടനറിയാം. പുള്ളിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ചില ഡബ് സ്മാഷും അതൊക്കെ അയക്കും ഒക്കെ. ഞാൻ ശ്രദ്ധിക്കുന്നതായിട്ട് ഭാവിക്കുമല്ലോ, കുറച്ച് ഗമയിൽ പഠിക്കുക. എനിക്ക് അവൾ പഠിച്ചൊരു ജോലി കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നന്നായിട്ട് പഠിച്ചു, നല്ല മാർക്കുണ്ടായിരുന്നു. അപ്പം തന്നെ ജോലിക്ക് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഭർത്താവിനെ കൊണ്ടുള്ള റെക്കമെൻഡേഷൻ. അവൾ പഠിച്ചു. നീ 10-13 വയസ്സിൽ നിനക്ക് വരാം. അവളുടെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നു, അതെന്താണ് അങ്ങനെ, അമ്മയ്ക്ക് കുശുമ്പാണോ? ഇപ്പോൾ ഇത്രയായി അവൾ പഠിച്ചു കഴിഞ്ഞു, ഒരു ജോലിക്ക് കയറി, ഇനിയൊന്നും ഒരു വർഷം അവൾ ട്രൈ ചെയ്തുകൂടെ സിനിമയിൽ? അവൻ ചോദിച്ചാൽ പറഞ്ഞു, അല്ലമ്മ എല്ലാവരും പറയുന്നു ഫ്രണ്ട്സൊക്കെ, ഞാൻ ഒരു വർഷം ഒന്ന് ട്രൈ ചെയ്യട്ടെ. പറഞ്ഞു, ഞാൻ ആർക്കും പ്രഷർ കൊടുത്ത് നീ അഭിനയിക്കാൻ പോകുന്നില്ല. അത് എൻ്റെ കുടുംബത്തിൽ ആ പണി പണ്ടുമില്ല. ഇതൊരു നമുക്കൊരു ദൈവമായിട്ട് തരേണ്ട ഒരു അവസരമാണ്. അപ്പം അങ്ങനെ നീ ചൂസ് ചെയ്തോളുക എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ കുറേ ഓഫേഴ്സ് വന്നു. അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ കഥകൾ ഞാനാണ് കേട്ടത്. കഥയൊക്കെ ഞാൻ തന്നെയാണ് കേട്ടത്. എല്ലാം കഥകളൊക്കെ കേട്ടിട്ട് കേട്ടതിൽ ബെറ്റർ ആയിട്ടുള്ളത് ചൂസ് ചെയ്ത് കൊടുത്തു. അങ്ങനെ വന്നു. അപ്പം ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ അറിഞ്ഞില്ല. ഐ ഡിഡ്ന്റ് നോ ദാറ്റ്. ബിക്കോസ് നമ്മൾ വിചാരിച്ചു ലൈക്ക് ഇറ്റ് വാസ് ഡിസൈഡഡ് ആൻഡ് ഇറ്റ് ഹാപ്പൻഡ്. എല്ലാം ദാറ്റ് ഈസ് സോ നൈസ്. അപ്പൊ ചേച്ചിക്ക് എന്താ തോന്നുന്നത്, മകൾ ഇനി സിനിമയിലേക്ക് വരാണ്? ഈ നെപ്പോട്ടിസം എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടല്ലോ. ഒരു നെപ്പോ കിഡായിട്ടാണോ മോള് വരുന്നത് 2 വലിയ ആക്ടേഴ്സിന്റെ? ഞാൻ അങ്ങനെയല്ല അവളെ വളർത്തിയത്. കാരണം എൻ്റെ അമ്മ ഞങ്ങളെ ആരെയും വളർത്തിയത് അങ്ങനെയല്ല. നമ്മളൊരു വിനയത്തിൻ്റെ ഭാഷ തന്നെ ഉപയോഗിക്കണം. പ്ലസൻ്റ് ആവാൻ നമ്മൾ സത്യസന്ധമാവുക, നമ്മളൊരു മുഖംമൂടി ഇല്ലാതെ ജീവിക്കുക. പിന്നെന്താ പറഞ്ഞാൽ ജോലിയില്ല, സിൻസിയാരിറ്റി. നേരത്തെ പറഞ്ഞത് നമ്മൾ വന്ന വഴിയോ നമ്മൾ ഏത് വീട്ടിൽ നിന്നാണെന്നോ ചിന്തിക്കേണ്ട. ഇവിടെ നമ്മൾ പുതുമുഖമാണ്, നമുക്ക് കിട്ടേണ്ട പരിഗണന അത്രയേ ഉള്ളൂ. അഭിനയിക്കുന്നതിൽ ഒരു തരത്തിലും കുറവ് വരാൻ പാടില്ല, അത് പക്കാക്കുക. അപ്പോൾ അവളത് കംഫർട്ടബിളാണ് എല്ലാവരോടും പെരുമാറാനും. സോ സ്വീറ്റ്. ആ സന്തോഷം ചേച്ചിയുടെ മുഖത്തും കാണുന്നുണ്ട്. ഞാനൊരു വാക്ക് പറയാം, ചേച്ചിയുടെ മനസ്സിൽ വരുന്ന ആരാണെന്ന് പറയണം. ഓക്കെ, ചേച്ചി ഗുരു എന്ന് കേൾക്കുമ്പോൾ ഗുരുസ്ഥാനത്തിൽ ആരെയായിരിക്കും കാണുന്നത്? തീർച്ചയായിട്ടും ഭാഗ്യരാജ് സാർ, മുന്താനം പിടിച്ചതിൻ്റെ ഡയറക്ടർ. ഓരോ ഫ്രെയിം ടു ഫ്രെയിം എന്നെ അഭിനയിക്കാൻ വേണ്ടി എത്രയും സ്ട്രെയിൻ ചെയ്ത് അഭിനയിപ്പിച്ച ആളാണ്. ആൻഡ് ഓഫ് കോഴ്സ് കമൽ സാർ. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ടിനെ പറയാൻ പറ്റില്ല എങ്കിലും 100% ഒരു 2-3 പേരെയൊക്കെ പറയേണ്ടി വരും. രോഹിണി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. കലച്ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. എൻ്റെ കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ എല്ലാ വീട്ടിലെ ആൾക്കാരെ അറിയാം. എൻ്റെ അമ്മൂമ്മമാരെ വരെ അറിയാം രോഹിണിക്ക്. കലച്ചേച്ചിയുടെ കൂടെ മലയാളത്തിൽ ഞാൻ വരുമ്പോൾ മലയാളത്തിൽ രോഹിണി സ്റ്റാറാണ്. അപ്പം അങ്ങനെ അറിയാം. എന്നെ അവൾക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോഴും ഒരാവശ്യം വന്നാൽ ഞാൻ അവളെ വിളിക്കും, ഖുഷ്ബുവിനെ വിളിക്കും. ഇവരാണ് ഒരു കോർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അഭിനയിക്കുന്ന സമയത്തും പാർവതിയായിട്ട് എനിക്ക് നല്ല ബന്ധമായിരുന്നു. ഇപ്പോഴും ആ ബന്ധമുണ്ട്. ഫേവറേറ്റ് കോ സ്റ്റാർ? എല്ലാവരും ഫേവറേറ്റ് ആണെങ്കിലും ജയറാം കൂടുതൽ ഞങ്ങൾ അഭിനയിക്കാനുള്ള അവസരം കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഞങ്ങളുടെ ഒരു ടൈമിങ് ഓൾമോസ്റ്റ് കറക്റ്റാണ്. പിന്നെ ഞാൻ ഡോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു സംഭവം ഒരിക്കലും ജയറാമിന് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ആൾക്കാർക്ക്? അങ്ങനെ ഫീൽ ചെയ്യും ചിലർക്കെങ്കിലും. എല്ലാവരും ആക്ടേഴ്സ് അല്ലേ, നമ്മളാണ് ഇങ്ങനെ കുറച്ച് നന്നായിട്ട് വരണമെന്നുള്ള ഒരു സംഗതി അവർക്ക് തോന്നും. എന്നോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, അവരോട് അവർക്ക് സ്നേഹമുള്ളതാണ്. ജയറാമേട്ടൻ്റെ ആ കംഫർട്ട് തീർച്ചയായിട്ടും. ചേച്ചി ഇനി ചെയ്യാൻ ആഗ്രഹമുള്ള റോൾ യു വോണ്ട് ടു ഡു? ഒരു റോൾ അല്ല രഞ്ജിനി, ഒരുപാട് ക്യാരക്ടേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പക്ക നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യണമെന്നുണ്ട്. ബട്ട് അത് കേന്ദ്ര കഥാപാത്രമായിരിക്കണം. സ്ത്രീ ആയതുകൊണ്ടാണോ ചേച്ചിക്ക് കിട്ടാത്തത്? അല്ല, പൊതുവെ അങ്ങനത്തെ സ്റ്റോറീസ് വളരെ കുറവല്ലേ. മെയിൻ ചാലഞ്ചിങ് ആയിട്ടുള്ള ഏത് ക്യാരക്ടേഴ്സും എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. നമ്മളെ ഒരു വട്ടത്തിൽ മാത്രം നിർത്താതെ ഒരു അങ്ങനെ അല്ലാത്ത റോൾസ് ഏതായാലും സ്വീകരിക്കാൻ എനിക്കിഷ്ടമാണ്. ചേച്ചിയുടെ ലൈഫിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് എന്താണ്? എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും അച്ചീവ് ചെയ്തായിട്ട്. അതുകൊണ്ടാണ് എൻ്റെ ഒരു പിറന്നാൾ പോലും ഞാനിതുവരെ ആഘോഷിച്ചിട്ടില്ല. ആ രീതിയേ ഇല്ല. നമ്മൾ എന്ത് അച്ചീവ് ചെയ്താണ്, നമ്മളെക്കാൾ അച്ചീവ് ചെയ്ത എത്രയോ പേര് നമുക്ക് മുമ്പുണ്ടായിട്ടുണ്ട്. ഇനി എത്ര പേര് വരാനിരിക്കുന്നു. ഇത്രയും വലിയൊരു ഭൂഖണ്ഡം, വലിയൊരു എന്താ പറയുക, ഈ ലോകമെന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മളൊരു കൊച്ചു സ്ഥലത്ത് കേരളത്തിൽ നമ്മളെ അറിയപ്പെടുന്ന കുറച്ച് പേരുടെ കൂട്ടത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്നതിന് വലിയൊരു കാര്യമാണ്. അച്ചീവ് ചെയ്തവരുടെ സാധാരണക്കാർ എത്രയോ പേരുടെ പട്ടിക എടുത്ത് നോക്കുമ്പോൾ, മദർ തെരേസയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, അവരൊക്കെ ജീവിതത്തിന് വേണ്ടി വെച്ച ത്യാഗങ്ങൾ ഓർക്കുമ്പോൾ നമ്മളിപ്പോഴും നമുക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത്.
ചേച്ചിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണ്? തീർച്ചയായിട്ടും എൻ്റെ ആത്മവിശ്വാസം തന്നെയാണ്. ഞാൻ ഒരിക്കലും എന്താ പറയുന്നത്, ഏത് രീതിയിലാണെങ്കിലും എൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകുമെന്നുള്ള എൻ്റെ വിശ്വാസം അതാണ്. ആ വിശ്വാസമാണ് ഒരു പക്ഷേ ഉർവശിയെ ഈ കഴിഞ്ഞ 40+ ഇയേഴ്സിൽ മലയാള സിനിമയിൽ ഏറ്റവും വലിയൊരു നടിയായി, ഏറ്റവും മികച്ച നടിയായി നിലനിർത്തിയത്. അത് മാത്രമല്ല ഉർവശി എന്ന വ്യക്തി അല്ലേ, ഉർവശി ചേച്ചിയെ ഞങ്ങൾ പ്രേക്ഷകരെ കണ്ടു തുടങ്ങിയിട്ട് കുറേ വർഷമായി എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചപ്പോൾ മുതൽ. ബിക്കോസ് ഞാൻ 43 വയസ്സായി എനിക്ക്. അപ്പോൾ ചേച്ചിയുടെ കരിയർ എൻ്റെ ഓൾമോസ്റ്റ് പ്രായമാണ്. അപ്പം അന്ന് മുതൽ ഞങ്ങൾ വ്യത്യസ്ത ഭാവത്തിലും റോൾസിലും ഒക്കെ കണ്ടാലും ഉർവശി ചേച്ചിനെ നേരിട്ട് മീറ്റ് ചെയ്യുമ്പോൾ ഉർവശി ചേച്ചി ഈസ് ജസ്റ്റ് ഉർവശി ചേച്ചി. യുനോ ആ ഒരു 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 ഇന്നസെൻസും സ്വീറ്റ്നെസ്സും ഒക്കെ ചേച്ചിയിൽ ഇന്നും ഉണ്ട്, ആഫ്റ്റർ ഗോയിങ് ത്രൂ സോ മച്ച് ഇൻ യുവർ ലൈഫ് അല്ലേ. അപ്പോൾ ചേച്ചി ഇന്ന് ഇവിടെ ഇരിക്കുമ്പം, ഈ ഗ്രീൻ റൂമിൽ ഇരിക്കുമ്പം ചേച്ചി തിരിഞ്ഞു നോക്കുകയാണ് ചേച്ചിയുടെ ലൈഫിലേക്ക്. എന്താ തോന്നുന്നു? ഞാനിവിടെ വായിച്ചതാണ് അത്, പക്ഷേ എൻ്റെ ഡയറിയിൽ ചിലതൊക്കെ വായിക്കുന്നൊക്കെ എഴുതി വയ്ക്കും. അപ്പോൾ അതിലൊരെണ്ണം എന്ന് പറയുന്നത്, ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ ഞാൻ കടന്നു വരുമ്പോഴും ഇടയ്ക്കൊന്ന് ഞാൻ തിരിഞ്ഞു നോക്കാറുണ്ട്. അവിടെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് 4 ഫുട് സ്റ്റെപ്സ്. അഫ്കോഴ്സ് അത് 2 എൻ്റെയും 2 എൻ്റെ ദൈവത്തിൻ്റെയും. വളരെ ദുർഘടമായ ഒരു പാതയിലൂടെ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി, അവിടെ 2 ഫുട് സ്റ്റെപ്സേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട ദൈവവും എൻ്റെ കൈവിട്ടു. പക്ഷെ അന്ന് ഞാൻ കേട്ടൊരു അശരീരിയുണ്ട്, ഫൂൾ, ഞാൻ നിന്നെ ചുമന്നിരിക്കുകയാണ്. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ ഓരോ പ്രാവശ്യവും ഏതോ ഒരു അദൃശ്യമായ ഒരു സ്വരം, അത് പ്രകൃതിയിൽ നിന്നുള്ള ദൈവമാകാം, സർവ്വമതങ്ങൾക്കും അത് അപ്പുറത്തുള്ളൊരു ലൈറ്റാകാം, അതെന്നെ മുന്നോട്ട് നയിക്കുന്നുണ്ട് എല്ലാ കാലത്തും. അപ്പോൾ ഞാൻ അവരോട് പറയുന്ന, അറിവ് കൂടുതൽ വളരും തോറും നഷ്ടപ്പെടുന്ന ഒരു ഇന്നസെൻസ് അതെനിക്ക് വേണ്ട. എനിക്ക് കൂടുതലൊന്നും അറിയണ്ട. ഞാൻ അറിയുന്ന ഒരു കൊച്ചു ലോകത്തു നിന്നുള്ളൊരു സന്തോഷം അതല്ല, ഒരു കുഞ്ഞുങ്ങൾ നോക്കുന്ന പോലെ ഇത് ആർക്കും നോക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ആ ഇന്നസെൻസ് നിലനിർത്താൻ ശ്രമിക്കും. അതിപ്പോഴും തുടരുന്നു, അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും ആ ഇന്നസെൻസ് നമ്മളെല്ലാവർക്കും ഇത്രയും കാലവും ചേച്ചി ഷെയർ ചെയ്തിട്ടുമുണ്ട്. അത് എന്നും നിലനിൽക്കട്ടെ. അത് മാത്രമല്ല, ഉർവശി ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് ഇനി? എന്നും ഇതുപോലെ സന്തോഷമായിട്ട് കഴിയാനിട വരട്ടെ. ആ ഒരു വാക്കിലെല്ലാം ഇല്ലേ. യെസ്. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴും അങ്ങനെയുള്ളൂ. ഈശ്വര, സന്തോഷമായിട്ട് രാവിലെ ഉണരാനും സന്തോഷമായിട്ട് രാത്രി ഉറങ്ങാൻ കിടക്കാനും കഴിയണം. അതിനകത്തെല്ലാം ഉണ്ടാവും. പണം വേണമെന്നോ അങ്ങനെ വേണം ഒന്നും പറയണ്ട. പണമില്ലെങ്കിലും ദുഃഖം വരും, ആരോഗ്യമില്ലെങ്കിലും ദുഃഖം വരും, ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചാലും ദുഃഖം വരും. സന്തോഷം വേണമെന്ന് പറയുമ്പോൾ ഇതൊന്നും വേണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഒരു സിംഗിൾ വേർഡാണ് ഞാനും ദൈവവും തമ്മിലുള്ള ഒരു പാലം. ദാറ്റ്സ് ഇറ്റ്. ആ ഒരു സന്തോഷത്തിൻ്റെ ഒരു മെസ്സേജിൽ നമുക്ക് നമ്മളുടെ ഗ്രീൻ റൂമിലെ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കാം. ഉർവശി ചേച്ചി, ഐ ലവ് യു സോ മച്ച്. ചേച്ചി ആദ്യം ഞാൻ ഫോൺ വിളിച്ചപ്പോൾ ചേച്ചി ഞാൻ വരാം എന്ന് പറഞ്ഞു, അത് കറക്റ്റ്ലി വന്നു. അതുകൊണ്ടല്ല എനിക്കിഷ്ടം. ദ ഫാക്ട് ദാറ്റ് യുവർ എൻ ഓണസ്റ്റ് പേഴ്സൺ. ജീവിതത്തിലെ എല്ലാ ലൈഫ് ചാലഞ്ചസും ഫേസ് ചെയ്താലും ആ ഒരു ഓണസ്റ്റി ചേച്ചി വിട്ടുകൊടുത്തിട്ടില്ല. ചേച്ചി ആരാണോ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ഞാൻ വളരെയധികം ആരാധിക്കുന്ന ഒരു ക്വാളിറ്റിയാണത്. ഒരു ക്വാളിറ്റി അല്ല, കുറേ ക്വാളിറ്റീസ് ഉണ്ട്. നമ്മുടെ വീക്ക്നെസ് മുന്നിൽ കാണിക്കാൻ പേടിയില്ലാത്ത ഞാനിതാണ്. ഇതൊക്കെ നടന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ മുന്നേറിയിട്ടുണ്ട്. ആൻഡ് ഫോർ ഓൾ ദാറ്റ് യു റെപ്രസെൻറ്റ് ആസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടേഴ്സ് ഓഫ് അവർ കൺട്രി ആൻഡ് ആസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഹ്യൂമൻ ബീങ്സ്, ഐ ലവ് യു സോ മച്ച്. വി ലവ് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ലാസ്റ്റ് ഒരു സംഭവം കൂടെ ഉണ്ട്. ഇത്രയും നേരം ഞാൻ ചോദ്യം ചോദിച്ചില്ലേ, നീ ചേച്ചിക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്താ നീ ഒന്നല്ലേ ചോദിക്കുന്നു? എനിക്കറിയാൻ വരുന്നത് എന്താന്ന്. പക്ഷെ അത് ഞാൻ അവിടെ വെച്ച് നിർത്തൂല, അതുകൊണ്ടാണ് ഞാൻ അത് ചോദിക്കും. നീ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കെട്ടാതിരിക്കുമല്ലേ? കൺഗ്രാചുലേഷൻസ്. അതിന്റെ കൺഗ്രാചുലേഷൻസ് ആണ് പറഞ്ഞത്. നീ എന്താ മോളൊക്കെ അപ്പൊ ചേച്ചി ആലോചിച്ചു അങ്ങനെ, അതുകൊണ്ടാണ് ഞാൻ അതിൽ ചുറ്റി വരാൻ വേണ്ടി. ഞാൻ ചേച്ചിക്ക് പറഞ്ഞു തരണ്ടല്ലോ. I love you. I'm not even going to let you sit there. Thank you so much.